Hi dears, welcome back to Race Vegan. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് ഇനി അങ്ങോട്ട് പഠിക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർ, നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ ആണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നടത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി അങ്ങോട്ട് അവർക്ക് മുമ്പിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സോ അതിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താം അല്ലെ? പല മക്കളും ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം പലരും പറഞ്ഞത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. സർ, ഞങ്ങളുടെ പാറ്റേൺ മാറി. കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല മക്കളെ. അത് നിങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്ത് തരാനാണ് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ചില ചാപ്റ്റേഴ്സ് ഞങ്ങൾ നിങ്ങളോട് പറയും ഇനി നിങ്ങൾ അത് പഠിക്കണ്ട എന്ന് പറയും. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോവാം. സോ നമുക്ക് നോക്കാം സർ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ സാറേ ഞാൻ പറയുന്നു ഇതിലുള്ള 3 ചോദ്യങ്ങൾ അല്ലെ, ഈ 3 ചോദ്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പോലും പുതുതായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് മാക്സിമം ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, സാധാരണഗതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പഠിച്ച കാര്യം അതേ കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ഭയങ്കര പാറ്റേൺ ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിന്റെ പാറ്റേൺ മാറി എന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്താവണ്ട, ആകുലപ്പെടണ്ട. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ക്രിസ്മസ് എക്സാമിന് പഠിച്ചതല്ലേ. സോ പബ്ലിക് എക്സാമിന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഭയങ്കരമായിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യണമെന്നില്ല, റിസർച്ച് ചെയ്യണമെന്നില്ല. യെസ്, അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററിന്റെ കൂട്ടത്തിൽ നമുക്ക് ആരപ്പെടുത്താം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പെടുത്താം. കാരണം വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. രണ്ടാമതായിട്ട് മക്കളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സർ, നമുക്ക് ഈ ഗ്രാഫ് അല്ലെ കാണുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നതും വലിയ മാറ്റങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിന്റെ അകത്ത് പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇതിന്റെ അകത്ത് 1, 2, 3 അല്ലെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട് സാറേ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ നോളജ് മാത്രം മതി. എന്ത് ചെയ്യണ്ട, കൂടുതലായിട്ട് നിങ്ങൾ സമയം കളയണ്ട. അത് ആ ഒരു നോളജ് തന്നെ മതി നമ്മുടെ പബ്ലിക് എക്സാമിന്. ഓക്കെ, സോ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന നമ്മുടെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. സാറേ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വളരെ കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഇടയിൽ ചോദിച്ച ചോദ്യമാണ്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കുമെന്ന് പറയാണ്. അതേപോലെ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഇക്വേഷൻ ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും ചോദിക്കുന്ന, കാരണം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അതേപോലെ മക്കളെ, ടൈം ഓഫ് ഫ്ലൈറ്റും ഹൈറ്റും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്ലെയിന്റെ അകത്ത് ചോദിച്ചത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ പഠിച്ചത് തന്നെയാണ് പ്ലെയിന്റെ അകത്ത് ഇനിയും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ വലിയ പോസിബിലിറ്റി ഒന്നും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന ചാപ്റ്റർ. ദെൻ സാറേ, നമ്മുടെ ലോസ് ഓഫ് മോഷൻ. സാറേ, ഇതിന്റെ അകത്ത് നിന്ന് മക്കളോട് ഞാൻ പറയും, നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പാറ്റേണിലെ മാറ്റം വന്ന ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. കാരണം ഈ ഒരു ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് തന്നിട്ടുള്ള 2 ന്യൂമറിക്കൽ അല്ലെ സാറേ, നോക്കുന്ന സമയത്ത് 3ഓളം ന്യൂമറിക്കൽസ് മാത്രം നമുക്ക് ഈ ചാപ്റ്ററിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. സോ മക്കള് മാക്സിമം നന്നായിട്ട് ന്യൂമറിക്കൽസ് വർക്ക്ഔട്ട് ചെയ്യേണ്ട ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്കിപ്പ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ലാത്ത ഒന്നുകൂടെ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. അടുത്തതായിട്ട് വർക്ക് എനർജി പവറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറേ നമുക്ക് കാണാൻ പറ്റും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും ന്യൂമറിക്കൽസിന്റെ കേസിൽ കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് വന്നിട്ടുണ്ട് അല്ലെ. ഈ ചോദ്യമൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂമറിക്കൽ പല കുട്ടികളും എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മക്കൾ നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂമറിക്കൽ സൈഡ് വർക്ക് എനർജി പവർ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യണം. ന്യൂമറിക്കൽ സൈഡ് ആണ്, തിയറി സൈഡ് നിങ്ങൾ പക്കയാണ്, നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ന്യൂമറിക്കൽ സൈഡ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട അടുത്ത ചാപ്റ്റർ ആണ്
വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. സാറേ അടുത്തായിട്ട് നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. system of സാറേ particles. ഞാൻ പറയുന്നു ഇതിന്റെ അകത്ത് നിന്ന് പഠിപ്പിച്ചതല്ലാത്തൊരു തേങ്ങ വന്നിട്ടില്ല എന്ന് പറയാം. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു തേങ്ങ വന്നിട്ടില്ല എന്ന് പറയും. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്ത് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ മാത്രം മതി. കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററിന്റെ കൂട്ടത്തിൽ ഇതും പെടുത്താം. അടുത്തത് ഗ്രാവിറ്റേഷൻ. സാറേ നോക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കുട്ടികൾക്ക് പലർക്കും ഡൗട്ട് ആയി. ഞാൻ പറഞ്ഞു 2009-10 ആ കാലഘട്ടത്തിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം വാല്യൂ പിന്നെ ഇപ്പൊ വന്നതാണ് സംഭവം. അല്ല അന്ന് മുങ്ങിയതാണ്, ഇപ്പോഴാ മുങ്ങുന്ന സംഭവം. അപ്പൊ മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ പാറ്റേൺ മാറ്റമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. ന്യൂമറിക്കൽസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ന്യൂമറിക്കൽ ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽ തന്നെയാണ്. അപ്പൊ പാറ്റേൺ മാറ്റം കാണാൻ പറ്റാത്തതുകൊണ്ട് ഗ്രാവിറ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഡെറിവേഷൻ ആണെങ്കിലും അതുപോലെ തിയറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ. സോ ജസ്റ്റ് ന്യൂമറിക്കൽ സൈഡ് ഒന്ന് എന്ത് ചെയ്താൽ മതി, സ്ട്രെങ്തൻ ചെയ്താൽ മതി. ഓക്കെ, ഗ്രാവിറ്റേഷന്റെ കാര്യമാണ് പറയുന്നത്. സർ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് അറിയാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തോളൂ, ധൈര്യത്തിൽ സ്കിപ്പ് ചെയ്തോളൂ. ലാസ്റ്റ് ഓക്കെ സാർ നമുക്ക് നോക്കാം. ഫ്ലൂയിഡ്സിന്റെ അകത്ത് നിന്ന് സാധാരണഗതിയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറയും മക്കളോട്, നിങ്ങൾ ഇത് വീണ്ടും റിവൈസ് ചെയ്യണം. കാരണം ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കളെ നിങ്ങൾ നന്നായിട്ട്, ഞാൻ പറയും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അന്ന് തന്ന ആ ഒരു ഷീറ്റ് പ്രകാരം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫ്ലൂയിഡിന് 2 ദിവസം നിങ്ങൾ എടുത്തേ പറ്റൂ. 2 ദിവസം കൊണ്ടേ പഠിക്കാൻ പാടുള്ളൂ. സോ ഫ്ലൂയിഡ്സ് നിങ്ങൾ ഇനിയും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഞാൻ ടിക്ക് ചെയ്ത ചാപ്റ്ററിൽ പെടുത്തരുത്. ഇതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം, ഇനിയും പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. ഓക്കെ, ദെൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ സ്കിപ്പ് ചെയ്തോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, സോ ധൈര്യത്തിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിന് അകത്ത് നിന്ന് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് എന്ത് ചെയ്യാം, വലിയ രീതിയിലുള്ള ന്യൂമറിക്കൽസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ അകത്ത് നിന്ന് ഒരുപാട് ടോപ്പിക് ഡിലീറ്റ് ആക്കിയത് കൊണ്ട് ചില ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഇനി ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, കേറി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടക്കം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. സോ നമുക്ക് തെർമോഡൈനാമിക്സ് വരെ ആയിരുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് പല ചാപ്റ്റേഴ്സും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പഠിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ആൾക്കാരാണ് മാത്രമെങ്കിലും അത് നോക്കേണ്ട ആവശ്യമില്ല, സമയം കളയേണ്ട ആവശ്യമില്ല. അതെ, നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് പേടിച്ചിട്ട് ഇനിയും ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇതൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ, എന്താണ് ഇതിന്റെ അകത്ത് ചോദിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ അങ്കലാപ്പിലൂടെ നിൽക്കുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട്. സോ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യം ഒന്നുമില്ലടാ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്, ഒരു പേടിയും പേടിക്കേണ്ട. ചില ന്യൂമറിക്കൽസ് അത് നമ്മൾ പോയിന്റ് അതാണ് നമുക്ക് ഇനി വേണ്ടത്. അതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ ബേസ് മുതൽ പഠിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് ഉള്ളത്. അതെ, നമ്മുടെ തെർമോഡൈനാമിക്സിന് ശേഷമുള്ള കൈനറ്റിക് തിയറി ആണെങ്കിലും ഓസിലേഷൻ ആണെങ്കിലും വേവ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ബേസ് മുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു വെക്കുക, അതിന് കൂടുതൽ സമയം കാണാം. ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി വെറുതെ തിയറി ഫസ്റ്റ് മുതലേ പഠിച്ച് നിങ്ങൾ സമയം കളയണ്ട. അത് നിങ്ങൾ റിവൈസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ തുടക്കം മുതലേ പഠിക്കല്ല ചെയ്യേണ്ടത്. സോ തുടക്കം മുതലേ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സ്കിപ്പ് ചെയ്യേണ്ട, വെറും റിവിഷൻ മാത്രം ചെയ്യേണ്ട ചാപ്റ്റർ ഏതാണ് നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ സമയം യൂസ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.